ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഭയം എന്ന വികാരമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ചിലർ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു, ചിലർ രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നു, ചിലർ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും, ചിലർ പരാജയത്തെക്കുറിച്ചും ഭയപ്പെടുന്നു. ചിലപ്പോൾ ഈ ഭയങ്ങൾ നമ്മുടെ മനസമാധാനം തന്നെ കവർന്നെടുക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ജീവിതം ആസ്വദിക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ദൈവം നമ്മെ ഭയത്തിൽ ജീവിക്കാനല്ല വിളിച്ചത്, ദൈവം നമ്മെ വിശ്വാസത്തിൽ ജീവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. 2 തിമോത്തിയോസ് 1 അധ്യായം 7 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. അതായത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ഭയമല്ല, ദൈവത്തിൽ നിന്നുള്ള ഭക്തിയും ദൈവത്തിൽ നിന്നുള്ള ശക്തിയും വിശ്വാസവുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഭയത്തെ ജയിക്കുന്നതിനുള്ള ആദ്യപടി ഭയത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക എന്നതാണ്. പലപ്പോഴും ഭയം യാഥാർത്ഥ്യത്തിൽ നിന്നല്ല, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്നാണ് വരുന്നത്. നാളെ എന്ത് സംഭവിക്കും? ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? എന്റെ പ്രശ്നം ഒരിക്കലും മാറിയില്ലെങ്കിലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലല്ല, അത് ദൈവത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ട് ദൈവം നിയന്ത്രിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു: മരണനിഴലിൻ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഈ വാക്യത്തിൽ ദാവീദ് പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നല്ല, മറിച്ച് എന്റെ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരാം, പരീക്ഷണങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം തളർന്നു പോകേണ്ടതില്ല. കാരണം പ്രശ്നങ്ങളെക്കാൾ വലിയവൻ നമ്മുടെ ദൈവമാണ്. ഭയത്തെ ജയിക്കാനുള്ള മറ്റൊരു വലിയ മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ഭയപ്പെടുമ്പോൾ സാധാരണയായി വിഷമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ നമ്മെ മറ്റൊന്നാണ് പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നിങ്ങളെ അലട്ടുന്ന ഭയങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കരുത്, അവ ദൈവത്തോട് തുറന്നു പറയുക. നിങ്ങളുടെ ആശങ്കകൾ ദൈവിക പാദപീഠത്തിങ്കൽ സമർപ്പിക്കുക. പ്രാർത്ഥന പ്രശ്നങ്ങളെ ഉടൻ മാറ്റിയില്ലെങ്കിലും പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റും. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ദൈവിക സമാധാനം ഭയത്തെ പതിയെ പതിയെ അകറ്റിക്കളയും. ഭയത്തെ ജയിക്കാൻ ദൈവവചനവും വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സ് ഭയപ്പെടുത്തുന്ന വാർത്തകളാലും നെഗറ്റീവ് ചിന്തകളാലും നിറഞ്ഞാൽ ഭയം കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്താൽ മനസ്സ് നിറഞ്ഞാൽ വിശ്വാസം വളരും. ഭയം നമ്മോട് പറയും നീ ഒറ്റയ്ക്കാണ്, പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ ഒറ്റയ്ക്കല്ല എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഭയം പറയും നിനക്കിതിനെ നേരിടാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതുകൊണ്ട് ഭയം വരുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കരുത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം എന്നത് ഭയം പൂർണ്ണമായി മാറിയ ശേഷമുള്ള അവസ്ഥയല്ല. ഭയം ഉണ്ടായിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസം. പത്രോസ് കടലിൽ നടന്നപ്പോൾ കടൽ ശാന്തമായിരുന്നില്ല, തിരമാലകൾ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. എന്നിട്ടും യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ തിരമാലകളിലേക്ക് അവൻ നോക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടുപോയി, അവൻ മുങ്ങിത്താഴുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ ഭയം വളരും, യേശുവിലേക്ക് നോക്കുമ്പോൾ വിശ്വാസം വളരും. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർ വലിയ ഭയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഭാവിയെക്കുറിച്ചോ
കുടുംബത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്ന ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. യെശയ്യാപ്രവചനം 41 അധ്യായം 10 വാക്യം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതം ആ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഭയത്തിന്റെ അടിമയായി ജീവിക്കരുത്. ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് നടക്കുക. ഭയത്തേക്കാൾ വലിയവൻ നമ്മുടെ ദൈവമാണ്. പ്രശ്നത്തെക്കാൾ വലിയവൻ നമ്മുടെ ദൈവമാണ്. നിങ്ങൾ നാളുകളിലേക്ക് എത്തുന്നതിന് മുൻപേ അവിടെ എത്തി നിൽക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഇത്തരത്തിലുള്ള കൂടുതൽ ബൈബിൾ അടിസ്ഥാനമാക്കിയ പ്രചോദനാത്മകമായ സന്ദേശത്തിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.